Dear students, we are going to begin the discussion on a new module, that is module 3, water pollution. In this session, we can discuss hydrological cycle and the importance of water. Hydrological cycle. What is hydrological cycle? Hydrological cycle is the term that describes general circulation of water from the water bodies to the atmosphere and back from atmosphere to the ground and oceans. ഹൈഡ്രോളജിക്കൽ സൈക്കിൾ എന്താണ്? നിങ്ങൾ ഈ പിക്ചർ നോക്കണം. നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. സ്നോഫോള്, മിസ്റ്റ്, ഡ്യൂസ്, അതുപോലെ മഴ ഒക്കെ നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. താഴേക്കുള്ള ആരവാണത്. അങ്ങനെ വരുന്ന ജലം നമ്മുടെ പുഴകളിലെ, തടാകങ്ങളിലെ, സമുദ്രത്തിൽ, മണ്ണിലൊക്കെയാണ് പതിക്കുന്നത്. അപ്പം മണ്ണിൽ വീഴുകയാണെന്നുണ്ടെങ്കിൽ അത് സാവകാശം ഇൻഫിൽട്രേറ്റ് ചെയ്ത് വീണ്ടും ഈ പുഴയുടെയോ അതുപോലെ സ്ട്രീംസിൻ്റെയോ ഭൂഗർഭജലത്തിൻ്റെയോ ഒക്കെ ഭാഗമായിട്ട് അത് മാറും. വീണ്ടും ഇവാപ്രേഷനിലൂടെയും അതുപോലെ ഇവാപ്പോ ട്രാൻസ്പോർട്ടേഷനിലൂടെയും ജലം വീണ്ടും അന്തരീക്ഷത്തിലെത്തുന്നു. അങ്ങനെ അന്തരീക്ഷത്തിലെത്തുന്നത് വേപ്പർ രൂപത്തിലായിരിക്കും. ജലം അതിൻ്റെ വേപ്പർ രൂപത്തിലാണ് തിരിച്ച് അന്തരീക്ഷത്തിലേക്ക് വരുന്നത്. അപ്പം ജലം അന്തരീക്ഷത്തിൽ നിന്ന് എത്തുന്നത് വീണ്ടും അത് ക്ലൗഡായിട്ട് അത് നമ്മുടെ മണ്ണിലേക്ക് വരുന്നു, പുഴകളിലേക്ക് വരുന്നു, തിരിച്ച് വീണ്ടും ഇവാപ്രേഷനിലൂടെ ഇത് അന്തരീക്ഷത്തിലേക്ക് വരുന്നു. ഇതൊരു സൈക്ലിക് പ്രോസസ്സാണ്. ദി നാച്ചുറൽ സൈക്കിൾ ഓഫ് വാട്ടർ. Water escapes from ground and surface of water bodies by evaporation to the atmosphere in the vapor form. These particles of water vapor accumulate on hygroscopic nuclei to form bigger particles and return back to the surface of earth as precipitation. Various forms of precipitation include rain, mist, snow, dew drops, depending on the climate conditions. A part of precipitation of water infiltrates to the surface to form groundwater. The groundwater comes to surface through springs, geysers, artesian wells and borewells. കൃത്യമായിട്ടുള്ള ആ ഒരു വെള്ളത്തിൻ്റെ ഒരു നാച്ചുറൽ സൈക്കിള് അതാണിവിടെ വിവരിച്ചിരിക്കുന്നത്. സ്വാഭാവികമായി ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ജലസ്രോതസ്സുകളിൽ നിന്നും ജലം ഇവാപ്പറേറ്റ് ചെയ്ത് അത് വേപ്പർ രൂപത്തിൽ അന്തരീക്ഷത്തിലേക്ക് വരുന്നു. അന്തരീക്ഷത്തിൽ അങ്ങനെ വരുന്ന ജലകണികകൾ, അതിൻ്റെ പാർട്ടിക്കിൾസ്, തന്മാത്രകൾ, അത് ഒരു ഹൈഗ്രോസ്കോപ്പിക് ന്യൂക്ലിയയുടെ ഭാഗമായി അത് വളർന്ന് അത് ക്ലൗഡായി വീണ്ടും അത് പ്രസിപ്പിറ്റേഷനായിട്ട് മണ്ണിലേക്ക്, നമ്മുടെ ഭൂമിയിലേക്ക് തിരിച്ചു വരുന്നു. തിരിച്ചു വരുന്നത് അത് ചിലപ്പോൾ മഴയായിട്ടായിരിക്കാം, മിസ്റ്റായിട്ടായിരിക്കാം, മഞ്ഞായിട്ടായിരിക്കാം. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ക്ലൈമാറ്റിക് കണ്ടീഷൻസ്. അങ്ങനെ വരുന്ന ആ മഴ അഥവാ ആ വാട്ടർ, ആ പ്രസിപ്പിറ്റേഷൻ അത് ഇൻഫിൽട്രേറ്റ് ചെയ്ത് ഗ്രൗണ്ട് വാട്ടറിൻ്റെയും സർഫസ് വാട്ടറിൻ്റെയും ഒക്കെ അത് ഭാഗമായി തീരും. അപ്പോൾ ഗ്രൗണ്ട് വാട്ടറിൻ്റെ ഭാഗമായി കഴിയുമ്പോൾ തിരിച്ച് വീണ്ടും അത് സ്പ്രിങ്സിൽ, ഗെയ്സർ എന്ന് പറയുന്നത് ഉഷ്ണജലപ്രവാഹമാണ്. അതുപോലെ ആർട്ടീഷ്യൻ വെൽസ്, അതൊരു നാച്ചുറൽ ആയിരിക്കുന്ന ഒരു സ്വാഭാവികമായിട്ടുണ്ടാകുന്ന, ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ പ്രകൃതിദത്തമായിട്ടുണ്ടാകുന്ന ഒരു ജലപ്രവാഹമാണ്. പിന്നെ കുഴൽക്കിണറുകൾ. അപ്പോൾ ഇങ്ങനെ പല സ്രോതസ്സിൽ കൂടിയും നമുക്ക് ഈ ജലം തിരിച്ചു കിട്ടുന്നു. അക്വിഫേഴ്സ്. A part of groundwater gets collected on the top of impervious layer of rock or dense soil, which gets retained on this layer without further downward movement. Such rocks and water bodies together are called aquifers. The major part of water comes to the earth's surface, move onwards through streams, rivers, lakes and oceans
as runoff water. Again, this water goes back to the atmosphere by means of evaporation and evapotranspiration. This entire natural process is called hydrological cycle. അപ്പോൾ ഒരു ഹൈഡ്രോളജിക്കൽ സൈക്കിൾ എന്താണെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൽ അക്യുഫേഴ്സിനും ഒരു പ്രധാനപ്പെട്ട പങ്കുണ്ട്. അപ്പം ജലം മണ്ണിൽ കൂടി കിനിഞ്ഞിറങ്ങി അവസാനം അത് ഗെറ്റ്സ് കളക്റ്റഡ് ഓൺ ദി ടോപ്പ് ഓഫ് ഇംപെർവിയസ് ലെയർ ഓഫ് റോക്ക്. ഒരു പാറയുടെ ഫർദറായിട്ട് താഴേക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ നല്ല ഉറപ്പുള്ള ഡെൻസ് സോയിലിലോ അഥവാ പാറയിലോ ആ പിന്നീട് താഴേക്ക് പോകാൻ പറ്റത്തില്ല, അത് കളക്ട് ചെയ്യപ്പെടുന്നു. ഇറ്റ് ഗെറ്റ്സ് റീറ്റെയിൻഡ്. അങ്ങനെ റീറ്റെയിൻ ചെയ്യപ്പെടുന്ന കളക്ട് ചെയ്യപ്പെടുന്ന ആ മൊത്തം ജലസ്രോതസ്സ്, ആ വാട്ടർ റിസോഴ്സും ആ പാറയും അതെല്ലാം കൂടെ കൂടിച്ചേർന്നാണ് നമ്മൾ അക്വിഫേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ അക്വിഫേഴ്സാണ് ജലത്തിൻ്റെ ഒരു സംഭരണി എന്ന് പറയുന്നത്. നമ്മുടെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നതിലുൾപ്പെടെ സ്വാധീനം ചെലുത്തുന്ന ഒരു ജല സംഭരണിയാണ് അക്വിഫേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ ഈ ഇവാപ്പോ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ചെടികൾ, മണ്ണിൽ നിന്നും ചെടികൾ വെള്ളം വലിച്ചെടുക്കും. ആ വലിച്ചെടുക്കുന്ന വെള്ളം അത് പുറത്തേക്ക്, അതായത് പിന്നെ ഇതിൻ്റെ ഫോട്ടോസിന്തസിസ് നടക്കുന്ന സമയത്ത് അത് വെള്ളം അബ്സോർവ് ചെയ്യുന്നുണ്ടല്ലോ, H2O. ആ അബ്സോർവ് ചെയ്യുന്ന വെള്ളം അത് കുറേ അത് പുറത്തേക്ക് തള്ളപ്പെടും അതിൻ്റെ ഇലകളിൽ കൂടി. അങ്ങനെ അന്തരീക്ഷത്തിലേക്ക് വരുന്ന, അതായത് വേപ്പർ രൂപത്തിൽ അന്തരീക്ഷത്തിലേക്ക് വരുന്ന ജലത്ത് അങ്ങനെ വരുന്ന രീതിക്കാണ് നമ്മൾ ഇവാപ്പോ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലം സൂര്യപ്രകാശത്തിൻ്റെ നിന്നും സൂര്യപ്രകാശത്തിൻ്റെ താപം സ്വീകരിച്ച് അല്ലെങ്കിൽ ചൂടായിട്ട് അത് പിന്നെ ആവിയായി അല്ലെങ്കിൽ വേപ്പറായിട്ട് അന്തരീക്ഷത്തിലേക്ക് വരുന്നതാണ് ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്. ഇവാപ്പോ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് പ്ലാന്റ്സിൽ കൂടി, ചെടികളിൽ കൂടി ജലം വേപ്പറൈസ് ചെയ്ത് അന്തരീക്ഷത്തിലേക്ക് വരുന്നതാണ്. Importance of water. Water is one of the most important substances on earth. All plants and animals must have water to survive. The body absorbs and assimilates minerals, vitamins, amino acids, glucose and other substances through water. Every system in the body, from cells to tissues to vital organs, requires water to function. A person can go without food for several weeks, but without water he will not live for a week. If there were no water, there would have been no life on earth. ജലത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ ഇതിൽ കൂടുതൽ മറ്റൊരു ഉദാഹരണം നമുക്ക് വേണ്ട. ജലമില്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. നമുക്കല്ല, ഒരു ജീവജാലങ്ങൾക്കും ജലമില്ലാതെ നമുക്ക് ദീർഘകാലം ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ജീവൻ്റെ സ്രോതസ്സ് അഥവാ ജീവൻ നിലനിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ജലം തന്നെയാണ്. Water for many purposes. Apart from drinking, water is needed for so many purposes. Water is essential for cooking food and for washing clothes. Crops and livestock need water in large quantities. So do factories and industries. While using water for these purposes, we take the advantage of its most important properties. That is, water is a universal solvent. It is also a universal cleaning fluid. Running water is used for generating electricity. വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ജലത്തിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്, ജലത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. ജലം പല കാര്യങ്ങൾക്കും പല പർപ്പസിനും ജലം അനിവാര്യമായിരിക്കുന്ന ഒരു ഘടകമാണ്. ജലം എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ സോൾവൻ്റാണ്. അതുപോലെ തന്നെ അതൊരു യൂണിവേഴ്സലായിരിക്കുന്ന ഒരു ക്ലീനിങ് ഫ്ലൂയിഡുമാണ് വെള്ളം. ഇതൊക്കെ വെള്ളത്തിൻ്റെ സ്വാഭാവികമായിരിക്കുന്ന യുണീക്കായിരിക്കുന്ന അതിൻ്റെ സ്വഭാവ ഗുണങ്ങളാണ്. Aquatic pollution. The quality of water is of vital concern for mankind since it is directly linked with human welfare. At present, it is well known that the water is heavily polluted in different ways. The major source of water pollution is domestic waste from urban and rural areas and the industrial waste, which are discharged into natural water bodies. In fact, water pollution is a state of deviation from the pure condition whereby its normal function and properties are affected. ജല മലിനീകരണം.
എന്താണ് ജല മലിനീകരണം എന്ന് പറയുന്നത്? നമുക്കറിയാം ജലത്തിൻ്റെ ഗുണം, അതിൻ്റെ ഗുണമേന്മ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ ഒരു ജലസ്രോതസ്സ് മലിനീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കുടിവെള്ള സ്രോതസ്സ് തന്നെയാണ് മലിനീകരിക്കപ്പെടുന്നത്. ഇപ്പോഴത്തെ ഒരു രീതിക്ക് നമുക്കറിയാം ഒരുമാതിരിപ്പെട്ട എല്ലാ മാലിന്യങ്ങളും തള്ളപ്പെടുന്നത് ജലസ്രോതസ്സുകളിലേക്കാണ്. അപ്പോൾ ദ മേജർ സോഴ്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് വേസ്റ്റ്, അത് ഫ്രം അർബൻ ആൻഡ് റൂറൽ ഏരിയസ്, അതുകൂടാതെ ഇൻഡസ്ട്രിയൽ വേസ്റ്റും. ഇതെല്ലാം തന്നെ പലപ്പോഴും അത് ശുദ്ധീകരിക്കാതെ പ്രോസസ്സ് ചെയ്യാതെ എളുപ്പത്തിൽ ജലസ്രോതസ്സുകളിലേക്ക് തള്ളപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ജലസ്രോതസ്സിലേക്ക് മാലിന്യങ്ങൾ എത്തിക്കഴിയുമ്പോൾ ജലത്തിൻ്റെ അതിൻ്റെ സ്വാഭാവികത അത് നഷ്ടപ്പെടും. ദ ഡീവിയേഷൻ ഫ്രം ദ പ്യുവർ കണ്ടീഷൻ, വെനെവർ വാട്ടർ ഈസ് ഡീവിയേറ്റഡ് ഫ്രം ദ പ്യുവർ കണ്ടീഷൻ ഇറ്റ്സ് പ്രോപ്പർട്ടീസ് ആർ അഫക്റ്റഡ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ പ്രോപ്പർട്ടീസിന് മാറ്റം വന്നു കഴിയുമ്പോൾ, അതിൻ്റെ സ്വാഭാവികമായിരിക്കുന്ന അതിൻ്റെ ഗുണമേന്മ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ ജലം മലിനീകരിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കണം, അഥവാ ജലം മലിനീകരിക്കപ്പെട്ടു എന്ന് പറയുന്നു. ദ വിസിബിൾ സൈൻസ് ഓഫ് അക്വാറ്റിക് പൊല്യൂഷൻ, ജലം മലിനീകരിക്കപ്പെട്ടതാണോ അല്ലയോ എന്ന് നമ്മുടെ വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സയൻസ്, അതിൻ്റെ വിസിബിൾ സയൻസ് എന്താണെന്ന് നോക്കാം. നമ്പർ 1, ബാഡ് ടേസ്റ്റ്, discolored and offensive odor, dead fish and other aquatic species, unchecked growth of aquatic weeds in water bodies, decrease in the number of fish in fresh water, river water and sea water, the presence of spilled oil and grease on the water surface. വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. വെള്ളത്തിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരുന്നു, അതിൻ്റെ കളർ മാറുന്നു, ഒരു വൃത്തികെട്ട ഒരു ഒഫൻസീവ് സ്മെല്ലുണ്ടാകുന്നു, മത്സ്യം അഥവാ അക്വാറ്റിക് സ്പീഷീസ് ചത്തുപോകുന്നു, മരിച്ചു പോകുന്നു, അതിലിങ്ങനെ ചത്തു കിടക്കുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ചില സ്രോതസ്സുകളിൽ ക്രമാതീതമായിട്ട് വീഡ്സ് വളർന്നു വരുന്നു, ഓവർ ഗ്രോത്ത്, ദി അൺചെക്ഡ് ഗ്രോത്ത് ഓഫ് അക്വാറ്റിക് വീഡ്സ് ഇൻ വാട്ടർ ബോഡീസ്. അതുപോലെ തന്നെ നല്ല ശുദ്ധജല സ്രോതസ്സുകളിലെ മത്സ്യത്തിൻ്റെ പോപ്പുലേഷൻ, അതിൻ്റെ അളവ് കുറയുന്നു, ഡിക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ഫിഷ് ഇൻ ഫ്രഷ് വാട്ടർ, റിവർ വാട്ടർ ആൻഡ് സീ വാട്ടർ. പിന്നെ ജലത്തിൻ്റെ മുകളിൽ പാട പോലെ ഗ്രീസോ എണ്ണയോ ഓയിലോ ഒക്കെ ഇങ്ങനെ പടർന്ന് കിടക്കുന്നതായിട്ട് കണ്ടാൽ അതിൻ്റെ അർത്ഥം ആ ജലം പൊള്യൂട്ടഡ് ആണ് എന്നാണ്. ഇമ്പാക്റ്റ് ഓഫ് വാട്ടർ പൊല്യൂഷൻ, ദ പൊല്യൂഷൻ ഡിസ്റ്റർബ്സ് ദ നോർമൽ യൂസ് ഓഫ് വാട്ടർ ഫോർ പബ്ലിക് വാട്ടർ സപ്ലൈ, റിക്രിയേഷൻ ആൻഡ് എസ്തറ്റിക്സ്, ഫിഷ്, other aquatic life, wildlife, agriculture and industry. Consuming of polluted water in any way has many disastrous effects on our health. It causes typhoid, cholera, hepatitis and various other diseases. The ecosystems are extremely dynamic and respond to even small changes in the aquatic environment. ജല മലിനീകരണത്തിൻ്റെ പ്രത്യാഘാതം എന്താണ്? അപ്പോൾ സ്വാഭാവികമായും മലിനീകരിക്കപ്പെട്ട ഒരു ജലം അത് നമുക്കൊരു വാട്ടർ സപ്ലൈ, ഒരു കുടിവെള്ള സ്രോതസ്സായിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റത്തില്ല, റിക്രിയേഷൻ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ അക്വാറ്റിക് സ്പീഷീസ്, മത്സ്യം അതുപോലുള്ള അക്വാറ്റിക് സ്പീഷീസ് അത് വളരാൻ പറ്റത്തില്ല. അത് വൈൽഡ് ലൈഫിനെ അത് ദോഷകരമായി ബാധിക്കും. കൃഷിക്കും വ്യവസായത്തിനുമൊക്കെ തന്നെയും മലിനജലം ഉപയോഗപ്രദമല്ല. ഏതെങ്കിലും രീതിയിൽ മലിനജലം നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പല തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ മലിനജലം ഉപയോഗിക്കുന്നവർക്ക് ടൈഫോയിഡ്, കോളറ, ഹെപ്പാറ്റൈറ്റിസ് തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിലുപരിയായിട്ട് നമ്മുടെ ആവാസ വ്യവസ്ഥയെ, എക്കോസിസ്റ്റത്തെ ഇത് വളരെയധികം ദോഷകരമായിട്ട് ബാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു ദോഷം. Now we can see which are the important water pollutants. The water pollutants are broadly classified as follows: organic pollutants, inorganic pollutants, sediments, radioactive materials and thermal pollutants. ഇപ്പോൾ ജല മലിനീകരണത്തിലെ ഈ പ്രധാനപ്പെട്ട ഘടകങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം, ഓർത്തിരിക്കണം. അത് ഓർഗാനിക് പൊല്യൂട്ടൻസ്, ഇനോർഗാനിക് പൊല്യൂട്ടൻസ്, സെഡിമെൻറ്റ്സ്, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ആൻഡ് തെർമൽ പൊല്യൂട്ടൻസ്.
So that is all in this particular session. Now you are given the assignments. Number 1, you have to explain what is the meaning of hydrological cycle. Then again, the second one is write notes on the importance of water. So the last date for submitting the assignment is September 23rd, 2020. Thank you.